നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാടാണോ മാറേണ്ടത്? അല്ല, നമ്മുടെ വോട്ടാണ് ശരിയാകേണ്ടത്. അതൊരു കടമയല്ല, ഭാവിയുടെ കരാറാണ്. അതൊരു വിരലടയാളമല്ല, മനസ്സിന്റെ മുദ്രയാണ്. അത് വെറുമൊരു ബട്ടണല്ല, തലമുറയുടെ ഭാവിയാണ്. നമ്മളെ ആരാണ് ഭരിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്ന ദിവസമാണ്. കണ്ണു തുറന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ 5 വർഷം കണ്ണടക്കേണ്ടി വരും. ചിന്തിച്ച് ചെയ്തില്ലെങ്കിൽ അതിന്റെ പശ്ചാത്താപം 5 വർഷമാണ് നീളുന്നത്. വോട്ട് ചെയ്യാതെ വീട്ടിലൊന്നും ഇരിക്കരുത്. നമ്മുടെ ഭാവി മറ്റൊരാൾ തീരുമാനിക്കപ്പെടും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സെലിബ്രിറ്റികളായ താരങ്ങൾക്ക് ജനങ്ങളുമായുള്ള അടുപ്പവും അവരോടുള്ള കരുതലുമൊക്കെ എപ്രകാരമായിരിക്കുമെന്നും അവരിൽ ആർക്കൊക്കെ അതിന് യോഗ്യതയുണ്ടെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത മത്സരാർത്ഥികളും പങ്കെടുക്കുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. ബിഗ് ബോസ് എന്ന ഷോ സാമൂഹ്യ വിരുദ്ധർ പങ്കെടുക്കുന്ന ഷോ ആണെന്നും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർ സമൂഹത്തിനെ വഴിതെറ്റിക്കുന്ന പ്രവൃത്തികളും സംസാരവുമാണ് അവിടെ നടത്തുന്നതെന്നും അത് നിർത്തലാക്കണമെന്നും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നുവല്ലോ. എന്നാൽ അതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ പലരും ഇന്ന് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ എത്തുവാനുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്ക് അയിത്തം കൽപ്പിച്ചിരുന്നവരും അതിലെ മത്സരാർത്ഥികളെ അലവലാദികളെന്നും മലയാളികളുടെ സദാചാര ബോധത്തെ ഇല്ലാതാക്കുന്നവരുമൊക്കെയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവർ പലരും ഇന്ന് അവരെ മത്സരരംഗത്തേക്ക് ഇറക്കാൻ മത്സരിക്കുകയാണ്. ബിഗ് ബോസ് മത്സരാർത്ഥികളായിരുന്ന അഖിൽ മാരാർ, വീണ നായർ, ലക്ഷ്മി പ്രിയ എന്നിവർ MLA ആകാനും മന്ത്രിയാകാനും ഒക്കെയുള്ള സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇതുകൂടാതെ ബിഗ് ബോസ് താരങ്ങളായിരുന്ന റോബിൻ രാധാകൃഷ്ണനും ശ്വേതാ മേനോനും ഒക്കെ മത്സരരംഗത്തുണ്ടെന്ന് കേട്ടുവെങ്കിലും ഇപ്പോഴവർ മത്സരിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിന് രാഷ്ട്രീയ പശ്ചാത്തലമോ രാഷ്ട്രീയ പരിജ്ഞാനമോ ആവശ്യമില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. പണ്ടൊരു വനിതാ MLA ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞത് അത് ഒരു ഒളിഞ്ഞുനോട്ട പരിപാടിയാണെന്നാണ്. ഇപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ അടിയും തെറിയും പരദൂഷണവും ഒക്കെ ഉള്ള ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്താൽ മാത്രം മതിയെന്നായി. കായംകുളം MLA അന്ന് പേരെടുത്ത് പറയാതെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് ഒളിഞ്ഞുനോട്ട പരിപാടിയിലെ അവതാരകൻ എന്നാണ്. ബിഗ് ബോസിലെ ചില താരങ്ങൾ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും സീറ്റ് ഒപ്പിച്ചെടുക്കാൻ തേരാപ്പാര നടന്നുവെങ്കിലും കാലിലെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ അവരാരും 7 അയലത്തടുപ്പിച്ചില്ല. അവസാനം ഇവരൊക്കെ അഭയം തേടിയത് 2020 എന്ന പ്രാദേശിക കക്ഷിയിലാണ്. ബിഗ് ബോസ് താരങ്ങളെ കൂടാതെ അഞ്ജലി നായർ എന്ന നടിയും വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലെ താരമായ പ്രോമി കുര്യാക്കോസും മത്സരരംഗത്തുണ്ട്. ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാരെ തൃക്കാക്കര മണ്ഡലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് നിയോഗിച്ചിരിക്കുന്നത്. തൃക്കാക്കര MLA ആയ ഉമാ തോമസിനെ പരാജയപ്പെടുത്തി ഒരു പാഠം പഠിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അഖിൽ മാരാർ. പ്രതിപക്ഷ നേതാവായ VD സതീശനെ കണ്ട് തനിക്ക് മത്സരിക്കാൻ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ അത് നിരസിച്ചതിന്റെ നീരസം കൊണ്ട് VD സതീശന്റെ മുഖത്ത് ചാണകമെറിയാൻ തോന്നി എന്ന് അദ്ദേഹം പറഞ്ഞു. സാബു ജേക്കബിനെ കണ്ട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ചാണകമെറിയുമെന്നുള്ള ഭയം മൂലമാകാം ഉടൻ സീറ്റ് നൽകിയത്. എന്തായാലും ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള മോഹം അഖിൽ മാരാർ സാധിച്ചെടുത്തു. എന്തായാലും രാഷ്ട്രീയത്തിൽ ഒരു നേർച്ചക്കോഴിയാകാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ഇനിയുള്ള കാലം സന്തോഷിക്കാം. 2020യുടെ മറ്റൊരു സ്ഥാനാർത്ഥിയായ അഞ്ജലി നായർ നല്ലൊരു നടിയാണ്, നന്നായി അഭിനയിക്കാൻ അറിയാം. എന്നാൽ രാഷ്ട്രീയത്തെ കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും അതിലൊരു ശിശുവാണെന്നും അവർ തന്നെ പറയുന്നുണ്ട്. ഇനി വേണം പൊതുമധ്യത്തിലിറങ്ങി എല്ലാം പഠിച്ച് മനസ്സിലാക്കി നല്ലൊരു MLA ആയി നിയമസഭയിലെത്താൻ. അവരോട് ജനങ്ങളുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് മേക്കപ്പിടാതെ വീടിനടുത്തുള്ള കടയിലേക്ക് നടന്നുപോയി സാധനം വാങ്ങിക്കും, അപ്പോൾ കാണുന്നവരോടൊക്കെ സംസാരിക്കും എന്നതാണ്. അഞ്ജലി നായർ എന്തിനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. 2020കാർ വിളിച്ചു ചോദിച്ചു, ഞാൻ സമ്മതിച്ചു. ഇനി വേണം MLA എന്നതിന്റെ ഫുൾ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചെടുക്കാൻ. 2020ക്ക് വേണ്ടി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നും നടിയും നർത്തകിയുമായ വീണ നായരും മത്സരിക്കുന്നുണ്ട്. വീണ ഒരു നല്ല നടിയും നർത്തകിയുമാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.
ഒന്നുമില്ല. ബിഗ് ബോസിൽ നിന്നപ്പോഴുണ്ടായ പെരുമാറ്റ രീതികളും പേരുദോഷവും ഒക്കെ ട്രോളുകളായും റീലുകളായും കമന്റുകളായും ഒക്കെ വന്നത് നമ്മൾ കണ്ടതല്ലേ. അതിന്റെയൊക്കെ അലയടികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അത് അവരുടെ കുടുംബജീവിതത്തെ പോലും ബാധിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പല അഭിമുഖങ്ങളിലും പരാധീനതകൾ പറഞ്ഞ് കരയുന്ന വീണ നായരെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. സ്വന്തം പരാധീനതകൾ പറഞ്ഞ് പ്രേക്ഷകരുടെ മുൻപിൽ വിങ്ങി പൊട്ടാറുള്ള വീണ നായരാണ് ഏറ്റുമാനൂരിലെ ജനങ്ങളുടെ പരാധീനതകൾ കേട്ട് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. വീണ നായർ പറയുന്നുണ്ട്, തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അത്യാവശ്യമാണെന്നും അതിന് ഏറ്റവും അനുയോജ്യമായ പ്രസ്ഥാനം 2020 അവർ പറയുന്നത്. വീണ നായർ എപ്പോഴും സത്യം ഒരു മറയും കൂടാതെ വിളിച്ചു പറയുന്ന ആളാണല്ലോ. ഈ പറഞ്ഞതിലും സത്യമുണ്ട്. 2020 അത്യാവശ്യം ചില്ലറയ്ക്ക് വേണ്ടി ഓടി നടക്കണ്ടല്ലോ. എന്തായാലും 2020 പെരുമ്പാവൂരിലെ സ്ഥാനാർത്ഥി നിർണയം വളരെ ഉചിതമായ രീതിയിലാണ് നിർവഹിച്ചിരിക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി താരസംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയയാണ്. പെരുമ്പാവൂരിനെ മറ്റുള്ള മണ്ഡലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാക്കുന്നത് ലക്ഷ്മി പ്രിയയുടെ പ്രചരണത്തിന് വേണ്ടി മമ്മൂട്ടിയും മോഹൻലാലും ജയറാമും ദിലീപും ഒക്കെ അവിടെ എത്താൻ ഇടയുണ്ടെന്നുള്ള അവരുടെ അവകാശവാദമാണ്. ലക്ഷ്മി പ്രിയ പറയുന്നത് വെറുതെ ചാടിയിറങ്ങി ചെയ്യാവുന്ന കാര്യമല്ല സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് അവർ അതൊക്കെ മനസ്സിലാക്കി പ്രചരണത്തിനെത്തണമെന്നാണ് ലക്ഷ്മി പ്രിയയുടെ പക്ഷം. ഇനിയിപ്പോൾ പെരുമ്പാവൂരിൽ ഇലക്ഷൻ പ്രചരണത്തിനായി ഷാരൂഖ് ഖാനും അമിതാഭ് ബച്ചനും ഒക്കെ എത്തുമെന്ന് പറയുമോ എന്നറിയില്ല. കാരണം അവിടെ ധാരാളം ഹിന്ദിക്കാരും ബംഗാളികളും ഒക്കെ വോട്ടർമാരായിട്ടുണ്ടല്ലോ. ലക്ഷ്മി പ്രിയക്കെതിരെ എതിർ സ്ഥാനാർത്ഥികൾ നീന കുറുപ്പിനെയും അൻസിബ ഹസനെയും ഒക്കെ അവിടേക്ക് പ്രചരണത്തിനായി കൊണ്ടുവരുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. നീന കുറുപ്പിനെ അസഭ്യം പറഞ്ഞുകൊണ്ടുള്ള ലക്ഷ്മി പ്രിയയുടെ ഓഡിയോ സംഭാഷണം എതിർ കക്ഷികൾ ഇറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കുറെ നാളുകളായി എയറിൽ നിന്ന ലക്ഷ്മി പ്രിയ ഇപ്പോഴാണ് താഴേക്കൊന്നിറങ്ങിയത്. വീണ്ടും എയറിലെത്താനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. പെരുമ്പാവൂരിൽ ലക്ഷ്മി പ്രിയ ജയിക്കുവാനുള്ള ഒരേ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മി പ്രിയയുടെ ശാപവും വോട്ട് ചെയ്യാത്തവർ പുഴുത്തു ചാകുമോ എന്ന ഭയവും കാരണം ജനങ്ങൾ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ജയിച്ച് നിയമസഭയിൽ എത്തിയാലോ അവിടെയും പ്രാക്കും കാർക്കിച്ചു തുപ്പും നടത്തുവാൻ ഇടയുണ്ടെന്ന് ചിലരൊക്കെ ഭയപ്പെടുന്നു. ഇനി വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലെ താരമായ പ്രോമി കുര്യാക്കോസ് മത്സരിക്കുന്നത് അങ്കമാലിയിൽ നിന്നാണ്. അദ്ദേഹം 2020 അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാകാൻ മത്സരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. രാഷ്ട്രീയത്തിന്റെ ABCD അറിയാത്തവരും പൊതുജനവുമായി യാതൊരു ബന്ധമില്ലാത്തവരും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരും എങ്ങനെയാണ് ഈ 2020 വന്ന് ചേക്കേറിയത്? ഇവരെന്തിനു വേണ്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് ഇവർക്കെങ്കിലും അറിയുമോ എന്നറിയില്ല. സിനിമയിൽ നിന്നും രാഷ്ട്രീയ ഭാഗ്യ പരീക്ഷണത്തിനെത്തി വിജയിച്ചവരായിരുന്നു സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും മുകേഷും ഇന്നസെന്റും ഒക്കെ. ഇവരൊക്കെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവർക്കൊക്കെ കുറച്ച് രാഷ്ട്രീയ പരിജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ആഴത്തിൽ പരിജ്ഞാനമുള്ള ആളായിരുന്നു ജഗദീഷ്. എന്നാൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി രാഷ്ട്രീയമേ ഉപേക്ഷിച്ചു പോവുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടുകൂടി ജീവിതത്തിൽ ഒന്നുമല്ലാതായ നടനാണ് ഭീമൻ രഘു. തെരഞ്ഞെടുപ്പിൽ നിന്നതോടുകൂടി സിനിമാ അഭിനയവും അവസരവും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചതുപോലെയായി. നടൻ ദേവന്റെ കാര്യമെടുത്താൽ പലതിലേക്കും ചാടി ഒടുവിൽ BJPയിലേക്ക് വന്നു നിൽക്കുകയാണ്. ഇനിയും പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ദേവന്റെ ജന്മം ബാക്കി. മേജർ രവിയുടെ കാര്യമെടുത്താലും ഏതാണ്ട് ദേവന്റെ പോലെ തന്നെയാണ്. ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്തുണ്ട്. രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപ് മേജർ രവിക്ക് പൊതുസമൂഹത്തിൽ വലിയ നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു നഷ്ടക്കച്ചവടമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഞാനിവിടെ പ്രതിപാദിച്ച ഇപ്പോൾ മത്സര രംഗത്തുള്ള ഒരു താരത്തിനും ഒരു സെലിബ്രിറ്റിക്കും വിജയിക്കുവാനുള്ള വിദൂരമായ ഒരു സാധ്യത പോലും ഇല്ല എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എന്നാൽ വിജയ സാധ്യത ഉറപ്പുള്ളതും എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ ഒരേ ഒരു സെലിബ്രിറ്റി താരമാണ് നമ്മുടെ പിഷാരടി. ഇത് ഞാനൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പറയുന്നതല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. രാഷ്ട്രീയം എന്തെന്ന് പഠിച്ചു മനസ്സിലാക്കി പൊതുമധ്യത്തിലിറങ്ങി പ്രവർത്തനവും തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് പിഷാരടിക്ക് വിജയ സാധ്യത ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന്
പെട്ടെന്ന് മുളച്ചു വന്ന ഒരു തകരയല്ല പിഷാരടി. പിഷാരടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അനാവശ്യ വിവാദങ്ങളിലും തലവെച്ചു കൊടുക്കുകയോ അനാവശ്യമായ പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ചെയ്യാത്ത ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ബിഗ് ബോസ് 9 ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും അടുത്ത ഇലക്ഷനിൽ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കൈയും കാലും ഒക്കെ പിടിച്ച് അതിൽ കയറിക്കൂടുക. ഇനി മത്സരാർത്ഥിയായി എത്തിക്കഴിഞ്ഞാൽ കഴിയും വിധം തെറിവിളിയും അടിയുമൊക്കെയായി ബിഗ് ബോസ് ഹൗസ് പൂരപ്പറമ്പാക്കുക. പ്രേക്ഷകരുടെ ശ്രദ്ധയും വോട്ടും പിടിച്ചു വാങ്ങി അവിടെ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ ഇറങ്ങി വരിക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുകയും ചെയ്യും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ബിഗ് ബോസ് താരങ്ങൾക്കും മറ്റ് സിനിമാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.